എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ പ്രഭാത വന്ദനം അറിയിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. വെളിപ്പാട് പുസ്തകം 3-ന്റെ 16 മുതൽ 18 വരെ. ഇങ്ങനെ നീ ശീതവാനും അല്ല ഉഷ്ണവാനും അല്ല, ശീതോഷ്ണവാനാകയാൽ നിന്നെ എൻ്റെ വായിൽ നിന്ന് ഉമിണ്ണുകളയും. ഞാൻ ധനവാൻ, സമ്പന്നനായിരിക്കുന്നു, എനിക്ക് ഒന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ നിർഭാഗ്യനും അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനും എന്ന് അറിയാതിരിക്കയാൽ നീ സമ്പന്നനാകേണ്ടതിന് തീയിൽ ഊതിക്കഴിച്ച പൊന്നും നിന്റെ നഗ്നതയുടെ ലജ്ജ വെളിവാകാതെ വണ്ണം ധരിക്കേണ്ടതിന് വെള്ളയുടുപ്പും നിനക്ക് കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണിൽ എഴുതുവാൻ ലേപവും എന്നോട് വിലയ്ക്ക് വാങ്ങുവാൻ ഞാൻ നിന്നോട് ബുദ്ധി പറയുന്നു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മറ്റൊരു ധന്യമായ പ്രഭാതം ദൈവം നമുക്ക് ദാനമായി നൽകിയിരിക്കുന്നു. ലവദോക്യ സഭയ്ക്ക് നൽകുന്ന ആരോഗ്യപരമായ വിമർശനങ്ങൾ ഇന്ന് നമ്മുടെയും ആധ്യാത്മിക വ്യക്തിപരമായ ജീവിതങ്ങളിൽ അനിവാര്യതയുള്ളതാണ് എന്ന തിരിച്ചറിവോടെ ധ്യാനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല, അല്ലെങ്കിൽ അതുമല്ല ഇതുമല്ല. ലവാദോക്യയിലെ സഭ ഈ രണ്ട് അനുഭവങ്ങളിലും ഉള്ളവരല്ല. അതുകൊണ്ട് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു അതിനെ വായിൽ നിന്ന് തുപ്പിക്കളയും. ഇവിടെ ശീതവാൻ എന്നതിൻ്റെ ഗ്രീക്ക് പദത്തിൻ്റെ അർത്ഥം തണുത്ത് മരവിച്ചത് എന്നാണ്. തണുത്ത ഭക്ഷണവും ചൂട് ഭക്ഷണവും വിശപ്പിനെ ഉദ്ദീപിപ്പിക്കും. എന്നാൽ രണ്ടുമല്ലാത്ത ഭക്ഷണം രുചികരമല്ല. എന്നാൽ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു അപലപിക്കുന്ന രണ്ട് കാര്യങ്ങൾ എടുത്തു പറയുന്നു. ഒന്ന് അഗണ്യഭാവമാണ്. വിഷയം ഇഷ്ടപ്പെടാത്തവൻ നല്ല ഉപന്യാസം രചിക്കാൻ കഴിയുകയില്ല. അഗണ്യഭാവമുള്ളവന് പ്രവർത്തനോന്മുഖനാകാൻ കഴിയുകയില്ല. എതിർക്കുന്നവൻ ശുഷ്കാന്തിയുള്ളവനാണെങ്കിൽ അവനെ മാനസാന്തരപ്പെടുത്തിയാൽ അവൻ ശുഷ്കാന്തിയോടെ അനുകൂലിച്ച് പ്രവർത്തിക്കും. എന്നാൽ അഗണ്യഭാവക്കാരൻ ആയ ഒരാളെ കൊണ്ട് ഒരു പ്രയോജനവുമില്ല. ഉറങ്ങുന്നവനെ ഉണർത്താം, എന്നാൽ ഉറക്കം നടിച്ചു കിടക്കുന്നവനെ ഉണർത്താൻ സാധിക്കില്ല. എരിവോടെ സഭയെ ഉപദ്രവിച്ച ശൗൽ മാനസാന്തരപ്പെട്ടപ്പോൾ ശുഷ്കാന്തിയേറിയ അപ്പോസ്തലനായി തീർന്നു. ക്രിസ്തു സഭയെ ആത്മാർത്ഥതയോടെ ഉപദ്രവിക്കുന്നവരല്ല. അതിൻ്റെ പരമശത്രുക്കൾ എന്ന് പറയുന്നത് തണുത്ത മനോഭാവം പുലർത്തുന്ന ക്രിസ്ത്യാനികൾ തന്നെയാണ്. അജയ്യമായ അഗണ്യഭാവം ആപൽക്കരമാണ് എന്ന് ഈ ഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. രണ്ടാമതായി, ലവദോക്യ സഭയുടെ മധ്യവർത്തിത്വ മനോഭാവം അപലപനീയമാണ് എന്ന് സൂചിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ വിളിയും ഉദ്ദേശ്യവും ഗ്രഹിച്ച് കാര്യമായി പ്രതികരിക്കാതെ ഇരിക്കുന്നവർ ക്രിസ്തുമാർഗത്തിന് വിലങ്ങുതടിയാണ്. എനിക്ക് അനുകൂലമല്ലാത്തവൻ എനിക്ക് പ്രതികൂലമത്രേ എന്ന് പറഞ്ഞത് ഇവിടെ സ്മരണീയമാണ്. സ്നേഹാഭ്യർത്ഥനയ്ക്ക് നേരെ പ്രതികരണ ശൂന്യത കാണിച്ചാൽ നിരാശയുളവാകും. അത് വിനാശകരമാണ്. ക്രിസ്തു മാർഗത്തിൽ ഉറങ്ങുന്നതിനേക്കാൾ, അല്ലെങ്കിൽ അങ്ങനെ ഒരു അവസ്ഥ ഉള്ളതിനേക്കാൾ അതിൽ പ്രവേശിക്കാതിരിക്കുന്നതാണ് നല്ലത്. ക്രിസ്തുവിനെ സമീപിക്കുന്നവൻ തീയെയാണ് സമീപിക്കുന്നത്. ആത്മീക അഗ്നിയെ അവൻ ഉജ്ജ്വലിപ്പിക്കും. റോമാലേഖനം 12-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം നമ്മെ അത് ഓർമ്മിപ്പിക്കുന്നു. പല തരത്തിലുള്ള ഒരു ദരിദ്രാവസ്ഥയിലൂടെ ഈ സഭ
കടന്നു പോകേണ്ടി വരുമെന്ന സൂചനയുണ്ട്. ഐശ്വര്യ സമൃദ്ധിയാലുള്ള ദാരിദ്ര്യം ലവദോക്യ സഭയുടെ ഏറ്റവും വലിയ പരാജയം. ലോകപ്രകാരമുള്ള ഐശ്വര്യ സമൃദ്ധിയും ആഡംബരവും മൂലമാണ് ആത്മീയ പാപ്പരത്വത്തിലേക്ക് അധപ്പതിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ അവർക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ഉയിർത്തെഴുന്നേറ്റ ക്രിസ്തു ഈ ഒരു യാഥാർത്ഥ്യം ചൂണ്ടിക്കാണിക്കുന്നു. അവരുടെ ഈ അഹംഭാവത്തിനും അഹങ്കാരത്തിനുമൊക്കെ ഉണ്ടായ കാരണങ്ങളും പലതാണ്. ആദ്യം കാണുന്നത് പണപ്പെരുപ്പം മൂലമുള്ള അഹങ്കാരം. ഉയിർത്തെഴുന്നേറ്റ ക്രിസ്തു പറയുന്നു, തീയിൽ ഊതിക്കഴിച്ച യഥാർത്ഥ സ്വർണം, അതായത് പരിശോധനയിൽ കുറഞ്ഞു പോകാത്ത വിശ്വാസം ആർജിക്കുക. പത്രോസ് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 7-ാം വാക്യം ഇതുമായി ചേർത്ത് നിർത്താം. പണം കൊണ്ട് സകലവും സാധിക്കുമെന്നുള്ള വിചാരം അബദ്ധമാണ്. ആരോഗ്യവും സമാധാനവും സന്തോഷവും സ്നേഹവും പണം കൊണ്ട് നേടിയെടുക്കുക സാധ്യമല്ല. ഇവയില്ലാതെ പണം വാരിക്കൂട്ടുക മാത്രം ചെയ്യുന്ന ഒരു മനുഷ്യൻ വാസ്തവത്തിൽ ദരിദ്രനാണ്. 2, തുണിത്തരങ്ങളുടെ വ്യവസായത്തിൽ ലവദോക്യ സഭ അഹങ്കരിച്ചുപോയി. അവരുടെ തുണിത്തരങ്ങൾ ലോകപ്രസിദ്ധമായിരുന്നു. അവരുടെ കമ്പിളി വസ്ത്രങ്ങൾ ആഡംബര വസ്തുക്കൾ ആയിരുന്നു. പക്ഷേ ആത്മീയമായി നോക്കുമ്പോൾ അവർ നഗ്നമാണെന്ന് ഉയിർത്തെഴുന്നേറ്റ ക്രിസ്തു അരുളി ചെയ്യുന്നു. തൻ്റെ അരികിൽ നിന്ന് വസ്ത്രം വാങ്ങി നഗ്നത മറയ്ക്കാൻ ഉപദേശം കൊടുക്കുന്നു. അപമാനകരമായ നഗ്നതയെപ്പറ്റി വേദപുസ്തകത്തിൽ നിരവധി പരാമർശങ്ങളുണ്ട്. 2 ശമൂവേൽ 10-ാം അധ്യായം 4-ാം വാക്യത്തിലും യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 20-ാം അധ്യായം 4-ാം വാക്യത്തിലുമൊക്കെ നമുക്കത് വായിക്കാം. വീണ്ടും ഹോശയ്യ പ്രവചനത്തിലും മീഖ, നഹൂം എന്നീ പ്രവാചകന്മാരുടെ പുസ്തകങ്ങളിലൊക്കെ ഇങ്ങനെയുള്ള നഗ്നതയെപ്പറ്റി രേഖപ്പെടുത്തിയിരിക്കുന്നു. നേരെ മറിച്ച് വസ്ത്രം അണിയിച്ച് മാനിക്കുന്നതിനെ പറ്റിയും പറയുന്നുണ്ട്. ഫറവോൻ യോസഫിനെ മാനിക്കുന്നു. ബെൽഷസർ ദാനിയേലിനെ മാനിക്കുന്നു. രാജകീയ വസ്ത്രം രാജാവ് ബഹുമാനിക്കുന്നവർക്ക് നൽകപ്പെടുന്നു. 2-ാമത്തെ മകൻ ഏറ്റവും നല്ല അങ്കിയാൽ ധരിപ്പിക്കപ്പെടുന്നുവെന്ന് ലൂക്കോസ് സുവിശേഷം 15-ാം അധ്യായത്തിൽ കാണുന്നു. മടങ്ങി വരുമ്പോൾ ലഭിക്കുന്നതാണ്. ശുഭ്രവസ്ത്രം ആത്മീയ സൗന്ദര്യത്തെയും ദൈവകൃപയാൽ ലഭിക്കുന്ന വിശുദ്ധിയെയും കാണിക്കുന്നു. ഇത് രണ്ടുമില്ലാതെ വസ്ത്ര ആഡംബരം കൊണ്ട് എന്ത് ശ്രേഷ്ഠതയാണ് ലഭിക്കുന്നത് എന്ന ചോദ്യം ഇവിടെ അവശേഷിക്കുകയാണ്. 3-ാമത്തെ ഒരു കാര്യം, ലവദോക്യ സഭയിൽ അവിടെ അല്ലെങ്കിൽ ആ ഇടത്ത് നിർമ്മിച്ച നയന ലേപനം നയനരോഗങ്ങൾക്ക് സിദ്ധ ഔഷധമായിരുന്നു. അന്നത്തെ ലോകത്തിലെല്ലാം അത് വളരെ പ്രിയമായിരുന്നു. എന്നാൽ നമ്മൾ കണ്ടതുപോലെ സ്വന്തം ആത്മീയ പാപ്പരത്വവും നഗ്നതയും കാണാൻ കഴിയാത്തവർക്ക്, അവർക്ക് അന്ധത ബാധിച്ചവരായി മറ്റുള്ളവരുടെ കണ്ണിന് ലേപനം കൊടുക്കുമ്പോൾ സ്വയദർശനം നഷ്ടപ്പെട്ടു പോയ ഒരു സഭ. സ്വയദർശനമാണ് പരിവർത്തനത്തിനുള്ള 1-ാമത്തെ കാൽവയ്പ്. ലോകത്തിൻ്റെ വെളിച്ചമായ ക്രിസ്തുവിൻ്റെ പ്രകാശത്തിൽ സ്വയം പരിശോധിക്കുന്നവർക്ക് മാത്രമേ ഈ ദർശനം ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് ഒരു പെർസെപ്ഷൻ നമുക്ക് ആവശ്യമാണ്. കാണേണ്ടത് കാണാതെ പോകുക, മറ്റുള്ളവരുടെ കാഴ്ചയെ ചികിത്സിക്കാൻ മുൻകൈ എടുക്കുക. അതുകൊണ്ടായിരിക്കാം കർത്താവ് പറഞ്ഞത്, സ്വന്തം കണ്ണിൽ കോലിരിക്കെ സഹോദരനോട് നില്ല്, നിന്റെ കണ്ണിലെ കരട് എടുത്തു കളയാം എന്ന് പറയുന്നത് പോലെയാണ്. പുതിയൊരു പ്രഭാതത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ കർത്താവിൽ ആശ്രയിച്ച് ഇന്നത്തെ പകൽക്കാല ജീവിതത്തിൽ നമ്മെ തന്നെ കണ്ടെത്തുന്നതിനുള്ളൊരു ആത്മീയ കാഴ്ച ലഭിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്വർഗീയ പിതാവേ, മനോഹരമായ മറ്റൊരു പ്രഭാതം കൂടെ ദാനമായി നൽകിയല്ലോ.
രാത്രിയിലെ നിദ്രയ്ക്കും വിശ്രമത്തിനും ശേഷം പ്രഭാതത്തിൻ്റെ നന്മകളിലേക്ക് പ്രവേശിപ്പാൻ കർത്താവിൻ്റെ കരുണയാൽ ലഭിച്ച നല്ല അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ പകൽക്കാലം ജീവിപ്പാനുള്ള ബലവും കൃപയും ആരോഗ്യമൊക്കെ ഞങ്ങൾക്ക് നൽകണമേ. ദോഷങ്ങളും കുറവുകളും ഞങ്ങളോട് പൊറുക്കണമേ. ഞങ്ങളുടെ ആവശ്യങ്ങളുടെ മധ്യത്തിൽ തിരുകൃപ കൂടെ ഇരിക്കണമേ. ആലോചന നൽകി ഞങ്ങളെ വഴി നടത്തണമേ. പ്രഭാതം മുതൽ പ്രദോഷം വരെയും കർത്താവെ ഞങ്ങൾ കാണേണ്ടത് കണ്ട് ജീവിപ്പാൻ, കാണരുതാത്തതൊന്നും കാണാതെ വണ്ണം ജീവിപ്പാനും സൂക്ഷിപ്പാനുമുള്ള കൃപ നൽകണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവരെയും വിവാഹ വാർഷികം ആഘോഷിക്കുന്നവരെയും ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹത്തിൻ്റെയും നന്മയുടെയും പുതിയ വർഷം ദാനം ചെയ്യണമേ. യേശു മശീഹ മൂലം ഞങ്ങളുടെ പ്രാർത്ഥന ദയവോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹവും കൃപയും പ്രകാശവും നാം എല്ലാവരോടും കൂടെ എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.